മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓണം മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കുകയാണ്. ഇത് ആക്ച്വലി ലെഹങ്കയ്ക്ക് ഒക്കെ വയ്ക്കുന്ന സൈഡിൽ വയ്ക്കുന്ന ഹാങ്ങിങ് ആണ്. നമ്മൾ മുടിയുടെ അറ്റത്ത് ഒരു കുഞ്ചലമായിട്ട് ഇടാനാണ് നമ്മുടെ പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 ചരട് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് കൂട്ടിക്കെട്ടുന്നു. അതിൻ്റെ അറ്റത്തേക്ക് ഓരോന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്കിനി മുടി പിന്നുമ്പോഴത്തേക്കും കൂട്ടിച്ചേർത്ത് പിന്നിയാൽ മതിയാകും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഈ അറ്റത്ത് കുഞ്ചലം ഇട്ടിട്ടുള്ള ഹെയർ സ്റ്റൈൽ കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് എൻ്റെ വലിയ പ്ലാനായിരുന്നു. ബ്രൈഡ്സിനാണേലും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാഷനാണിത്. അപ്പം നമുക്ക് എന്താണേലും ഈ ലുക്കിന് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഹെയർ സ്റ്റൈല് സ്വന്തം ഇന്ന് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം എനിക്ക് എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ചലമൊക്കെ ഇട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഹെൽപ്പ് നമുക്ക് വേണം ശരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് ആൽഫയെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കാം. ഇതൊക്കെ ഒരു പണിയാണോ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ്. ഞാൻ എല്ലാം എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എസ്പെഷ്യലി എനിക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ചില ഓൾമോസ്റ്റ് സെറ്റാണ്. ഇത് ആൽഫയും വന്നു നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മൈക്ക് ഒരു പണി തന്നു കേട്ടോ. മൈക്ക് ഒന്നും റെക്കോർഡ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദമില്ലാതെ ആംഗ്യഭാഷ മാത്രമായി പോയത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ് കൊടുക്കുന്നത്. ബാക്കിൽ എനിക്ക് അറിയാമല്ലോ, ആകെ മൊത്തം 5-6 മുടിയേ ഉള്ളൂ, കുറച്ച് മുടിയേ ഉള്ളൂ. അത് വെച്ച് നമ്മൾ എക്സ്റ്റൻഷനൊക്കെ കയറ്റി കുറേ മുടി ഉണ്ടെന്നുള്ളൊരു എഫക്റ്റാണ് നമ്മൾ വരുത്തുന്നത്. ഫ്രണ്ടിൽ സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൽഫ് നന്നേ പാടുപെടുന്നുണ്ട് കേട്ടോ എൻ്റെ മുടിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആകെ വന്ന് 4, 3, 7 മുടിയുണ്ട്. അതിൽ നമ്മൾ ഭയങ്കരമായ ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും ചിന്തിക്കാമല്ലോ. എന്താണെങ്കിലും അവൾ നല്ല എഫോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ചലം നമ്മൾ ഈ ഹെയറിനോടൊപ്പം തന്നെ പിന്നി അങ്ങ് ചേർക്കുവാണ് കേട്ടോ. അതിന് ശേഷമുള്ളൊരു പണിയെന്ന് വെച്ചാൽ ലേസ് ചുറ്റുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വയ്ക്കുന്ന ലേസാണ്. ആ ലേസ് ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡിങ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാണ്ട് എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല കുറേ നാളായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. അതിൻ്റെ മുകളിൽ നമ്മളിതേ കുറച്ച് നെറ്റൊക്കെ വയ്ക്കുവാണ്. അത് മുല്ലപ്പൂ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റെല്ലാം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹോൾഡിംഗ് ആയിരിക്കും നമ്മൾ പൂ വയ്ക്കുമ്പോഴത്തേക്കും. ഇനി ഒരു 5 മുഴ മുല്ലപ്പൂവാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ആ ഒരു വലുപ്പത്തിൽ നമ്മൾ മടക്കി എടുത്തിട്ട് നമ്മൾ തലയിലേക്ക് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ താമരപ്പൂവും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ ബാക്കിൽ നിന്ന് കാണാനായിട്ട്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ജ്വല്ലറി സെറ്റിങ്ങും സാരി എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്കാവുന്നത്. എനിക്ക് ആക്ച്വലി നടുവേന്ന് വകച്ചിലെടുക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷേ സ്ലീക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളത് ട്രൈ ചെയ്തത്. ഇനി ലൈറ്റ് ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ നന്നായിട്ട് കാജൽ ഡ്രോ ചെയ്ത് നന്നായിട്ട് വാലൊക്കെ ഇട്ട് എഴുതുവാണ്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ലെൻസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ഒറിജിനൽ കണ്ണാണ്. ഇനി കൺസീലർ ഇട്ട് കൊടുക്കുന്നു. കൺസീലർ ലൈറ്റായിട്ട്. ഇന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഹെവി മേക്കപ്പ് ഒന്നും അല്ല. നമ്മൾ മെയിനായിട്ട് ഫോട്ടോഷൂട്ട് പർപ്പസിന് അധികം ഹെവി മേക്കപ്പ് കൊടുക്കാറില്ല. മൊത്തത്തിലൊരു മേക്കപ്പൊക്കെ വന്നാൽ മതി, ഒന്ന് വൃത്തിയായിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട് കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മളിത് ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. സെഫോറയുടെ ഭയങ്കര സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുന്നേ തോന്നില്ല. ദെൻ ഹുഡ ബ്യൂട്ടി വെച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഹുഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറാണ്. ദെൻ പാക്കിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഐക്കൺ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ദെൻ കണ്ണിൻ്റെ അടിഭാഗം നമ്മളൊന്ന് ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ദെൻ മസ്കാറ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം ഇടുവാണ്. ഇന്നത്തെ ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ തൊടുപുഴയുള്ള സൈറ ബ്രൈഡ് ഹബിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാരി വന്നിട്ട് നമ്മൾ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് തൊടുപുഴയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് ലുക്ക് ഓൾമോസ്റ്റ് റെഡിയായി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഇനി നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകുന്ന ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ ആവോലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ വാർഡ് മെമ്പർ നല്ലൊരു ഗാർഡനാക്കി എടുത്തിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ പൂവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല വലുപ്പമുള്ള പൂക്കളാണ് കേട്ടോ. ശരിക്കും നമ്മൾ കടയിലൊക്കെ കാണുന്നതിനെക്കാട്ടും വലുപ്പമുള്ള പൂക്കളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പോയി കുറേ ഫോട്ടോസ് എടുത്തിട്ട് എല്ലാം അടിപൊളിയാണ്. എല്ലാവരും നടന്ന് കാണുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം എൻ്റെ ഫുൾ ലുക്ക് ഇതാണ്.
അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഈ ഒരു പൂന്തോട്ടം കാണാനാണെങ്കിലും ഫോട്ടോഷൂട്ട് എടുക്കാനാണെങ്കിലും അടിപൊളി സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. അതുപോലെ തന്നെ പൂക്കൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അത് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ ഇവിടുന്ന്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈവനിങ്ങിൽ ഇവിടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ ഒരുപാട് പേഷ്യൻസ് വരുന്ന സ്ഥലമാണത്. അപ്പോൾ അവർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് കേട്ടോ. ഞാനും ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ നാട്ടിൽ ഇത്രയധികം പൂക്കൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ പൂന്തോട്ടമൊക്കെ ആണെങ്കിൽ കേരളം വിടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇത്രയും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ കൺകുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയയിലുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി കാണുന്ന സ്ഥലം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.